അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം കുറച്ച് നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിള്ളേർക്ക് അപ്പോൾ ക്ലാസ്സുണ്ട്. ക്ലാസ്സുള്ളൊരു ദിവസമാണ്. ഇതാ ഞാൻ കുറേ താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. ഭയങ്കരമായിട്ട് അങ്ങ് താമസിച്ച് പോയി, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എനിക്ക് രാവിലെ പിന്നെ ഉറക്കഭ്രാന്തുള്ള ആളാണ്. അങ്ങ് താമസിച്ച് പോയിട്ട് വേഗം ശടപടേന്നുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേരെയൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഉണ്ണീനെയും കുഞ്ഞാമ്മിനെയും ഒരുക്കി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ എഴുന്നേൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഖമായിരുന്നു. അവരുടെ കാര്യമെല്ലാം വേഗം ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. അവരെഴുന്നേൽക്കുന്നതിനേക്കാളും മുന്നേ ഇവനങ്ങ് എഴുന്നേറ്റ് വരും കേട്ടോ. പിന്നെ ഞാൻ മുട്ടക്കറിയും ഗോതമ്പ് ദോശയും വേഗം ഉണ്ടാക്കി. അതാണല്ലോ കലക്കി വേഗം ചുടാൻ എളുപ്പമുള്ളത്. അപ്പോൾ അതങ്ങനെ കറി റെഡിയാക്കി. പിന്നെ അവർക്ക് വഴുതനങ്ങ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെക്കൊണ്ടും കൂടി ഞാനിപ്പോൾ പണിയെടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവനത് എന്തെങ്കിലും കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവനങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ഓടിപ്പടച്ച് ഇവരെല്ലാം വേഗം ഫുഡൊക്കെ കഴിച്ച് സമയമാകുമ്പോഴത്തേക്കും 9:30 എങ്ങാണ്ടായിരുന്നു. അല്ലെ 9 മണിയാവാൻ പോകുന്നത്. ഇന്ന് 9:30 എങ്ങാണ്ടായി. എന്നാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ പാലെടുത്തിട്ടില്ലായിരുന്നു. പാലപ്പോൾ താമസിച്ചെടുക്കുന്നത്. എപ്പോഴും ഇവിടെ താമസിച്ചെടുക്കുന്നത്. എന്നാലും ചില ദിവസമൊക്കെ നേരത്തെ ആരെങ്കിലും എടുത്ത് തരും. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ പോയി എടുക്കുകയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ പിള്ളേരെ വിട്ട സമയത്ത് പാലും കൂടി അങ്ങ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും പെരും മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു ഓടിപ്പൊക്കോ, വേഗം പൊക്കോ, അല്ലേ ഇപ്പോൾ മഴ പെയ്യുന്നു പറഞ്ഞു. അവരങ്ങ് ഓടി അങ്ങ് പോയി. പിന്നെ ഞാൻ വേഗം പാലെടുത്തുകൊണ്ട് വന്നിട്ട് പുറത്ത് അഴയിൽ ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ തുണി. വാഷിംഗ് മെഷീനല്ല, നമ്മൾ കല്ലിൽ അലക്കിയ തുണികളാണ്. നല്ല ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ കല്ലിൽ കുത്തിപ്പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ അതിടാറില്ല. അപ്പോൾ അതെല്ലാം ഇപ്പം നനഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വേഗം വന്നപ്പോൾ തന്നെ അങ്ങോട്ട് ആ തുണിയെല്ലാം കൂടി എടുത്ത് അവിടെ സൈക്കിളിൻ്റെ മുകളിലോട്ട് ഇട്ടു. ഇനി മെല്ലെ എടുത്ത് ഉള്ളിലൊക്കെ എടുത്ത് നമുക്ക് അഴയിൽ വിരിച്ചിടണം. നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഈ മഴക്കാലത്ത് തുണി ഉണങ്ങാനാണ് ഏറ്റവും വലിയ പാട്. ഇവിടെയാണെങ്കിൽ ഒട്ടും ഒന്നിനും സ്ഥലവും ഇല്ല. ഇവനാണെങ്കിൽ ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇഷ്ടം പോലെ തുണി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ പല്ലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല. താമസിച്ചാണ് എഴുന്നേറ്റതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ ടേസ്റ്റ് നോക്കിയതും പരിപാടിയൊക്കെ. ഞാനങ്ങനെ കുറേ കഴിഞ്ഞിട്ടൊക്കെ പല്ല് തേക്കാറുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കറക്റ്റായിട്ട് പല്ല് തേക്കണം അങ്ങനത്തെ നിയമങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോഴാണ് പല്ല് തേക്കുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞ് സ്വസ്ഥമായിട്ടാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ അവനെയും കൂടെ, അവന് പല്ല് വന്നിട്ടുണ്ടല്ലോ, 4 പല്ല് മുകളിലും ഉണ്ട്, താഴെ 2 പല്ലുണ്ട് യേസക്കുട്ടന്. അപ്പോൾ ഞാൻ അവനെയും കൂടി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുപ്പാന്ന് തൂത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നെ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷിലൊക്കെ പിടിക്കുന്നവനാണ്. ഇങ്ങനെ ബ്രഷിൽ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പല്ല് തേപ്പിക്കും. പിന്നെ അവൻ്റെ മുഖമൊക്കെ കഴുകി. പിന്നെ എനിക്ക് ഇവനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുഖമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ നിന്നിട്ടാണ് കേട്ടോ, ഓരോ അഭ്യാസം കാണിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൻ ഏത് നേരം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവൻ അവിടെ ഇരുത്തി എന്തെങ്കിലും കളിക്കാൻ കൊടുക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്ത് കളിക്കാൻ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ പോകുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കയറി എന്നെ അങ്ങ് പിടിക്കും. എൻ്റെ ഡ്രസ്സിലങ്ങ് പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ ഇങ്ങനെ കരഞ്ഞ് കാണിക്കും കേട്ടോ. ശരിക്കും കരയുന്നതല്ല, ഇങ്ങനെ അഭ്യാസം ഇറക്കും. അപ്പോൾ പിന്നെ അവനെ അവിടെ തള്ളിയിട്ടിട്ട് പോരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവനെ പൊക്കി എടുത്തുകൊണ്ട് പോരും. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണേ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുക. എനിക്ക് ഇരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇവനിങ്ങനെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവനും കൊടുക്കും, ഞാനും കഴിക്കും. അങ്ങനെ നടന്നൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ അവിടെ ഇരിക്കുന്ന കലണ്ടറിൻ്റെ കോലം കണ്ടു. ഇവനെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അവൻ ഓരോ സൈഡ് വലിച്ച് പറിച്ചിങ് എടുക്കുന്നതാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കട്ടെ, എനിക്ക് ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ പണ്ടുള്ളവരുടെ അവസ്ഥ തന്നെ. 10ഉം 12ഉം പിള്ളേരും ഉണ്ടാവും. ഒരു മിക്സിയില്ല, വെട്ടവും ഇല്ല, കറണ്ടും ഇല്ല, വാഷിംഗ് മെഷീനും ഇല്ല, ഒന്നുമില്ല. ഇവരൊക്കെ എന്നെ ചെയ്തിട്ടുണ്ടാവും ദൈവമേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെ ഒന്ന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേൽക്കും. അപ്പം നമ്മളെ ഒന്ന് പോയി പാല കൊടുത്ത് സമാധാനിപ്പിച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം പാത്രം കഴുകാമെന്ന് വിചാരിച്ച് ഓടിപ്പടഞ്ഞ് ഞാൻ വേഗം വന്ന് പാത്രം കഴുകുമായിരുന്നു കേട്ടോ. ശല്യപ്പെടുത്താൻ ആരുമില്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാത്രം കഴുകൽ കഴിയും. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് പോകുന്ന കാരണം, ഇവൻ എഴുന്നേൽക്കുന്ന കാരണം ഭയങ്കര പാടാണ് ഇങ്ങനെ പാത്രം കഴുകാൻ. ഞാൻ പാത്രം കഴുകി കയ്യൊക്കെ തുടച്ച് വൃത്തിയാക്കി പോകണം. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും വന്ന് ഈ വെള്ളത്തിനകത്ത് കളിക്കണം. എനിക്ക് ഏറ്റവും അടുക്കളയിൽ ഇഷ്ടമില്ലാത്ത പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയാലൊക്കെ കാണാനുണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കിയത് നമുക്ക് കഴിക്കാം. ആൾക്കാർ വരുമ്പോൾ എന്താ ഫുഡ് ഉണ്ടാക്കിയ ഇന്നതാ. ഇത് പാത്രം കഴുകി എന്തോരാ കഴിക്കാൻ ഉണ്ടാക്കുന്നത്, കഴുകണം, പിന്നെ അങ്ങനെ ഇങ്ങനെ എനിക്കിഷ്ടമല്ല പാത്രം കഴുകുന്നത്. പക്ഷേ രക്ഷയില്ലല്ലോ, അതുകൊണ്ട് കഴുകാതിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ആ സൈഡിൽ കുറേ കഴിഞ്ഞപ്പോൾ സിങ്കിനകത്ത് ഇടാൻ സ്ഥലമില്ലാത്ത പോലെയായി. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും കുറേ അതിനകത്ത് ഉണ്ടായിരുന്ന കഴുകി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പുറത്തു നിന്ന് എടുത്ത് വീണ്ടും കഴുകാൻ കൊണ്ടിടുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ കുതിർത്തിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ കഴുകുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴുകുന്നത്. അപ്പോൾ പിള്ളേരെ അടിക്കാനുള്ള വടി വരെ ഇപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. പഠിപ്പിക്കാനും എന്തിനേലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. അതിപ്പോൾ ഞാൻ അവിടെ എടുത്ത് വേഗം വെച്ചു. പിന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തുടച്ച് പെറുക്കി എടുക്കുന്നുണ്ട്. ആ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാൻ നോക്കിയിട്ട് സ്പ്രേ ഒന്നും അടിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം അടപ്പെല്ലാം കൂടെ തുറന്നങ്ങ് ഒഴിച്ച് വിട്ടേ. ഇതിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള നേരമൊന്നുമില്ല. ഞാൻ ഈ സ്പീഡ് ചെയ്യുമ്പോൾ എന്നോട് പറയും സ്പീഡ് കുറച്ചിട്ടിരുന്നു. ശരിക്കും ഞാൻ നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡായി പോകുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ്. കാരണം ഇപ്പോൾ അവൻ എഴുന്നേൽക്കുമോ, അയ്യോ എഴുന്നേൽക്കാവോ, ഓരോ പണി ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാവുള്ളേ, ഇത് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളേ കർത്താവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരു പണി പൂർത്തിയാക്കിയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് പകുതിക്കിട്ട് പോകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ പ്രാന്ത് വരും. പിന്നെ എനിക്ക് ഇഷ്ടമല്ല പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും അത് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ പേടിച്ച് ഉള്ള സ്പീഡ് മൊത്തം എടുത്തിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം തന്നെ ഇങ്ങനെ എടുത്തു അവിടെയൊക്കെ തുടച്ച് പെറുക്കി എടുത്തു. പിന്നെ നമുക്ക് ഇതുണ്ട്, കറണ്ട് അടുപ്പുണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കറണ്ട് ബില്ല് നന്നായിട്ട് കൂടുമെന്ന് എനിക്കറിയാവുന്ന കാരണം കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനൊരു കുറുക്കുണ്ടാക്കാനോ ഒരു ചായ തിളപ്പിക്കാനൊക്കെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെയും കൂടെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ച്. മിക്സിക്കകത്താണെങ്കിൽ അരച്ചതിൻ്റെ അതിൻ്റെയൊക്കെ കുറേ അങ്ങനെ കറയും പാടും ഒക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് ഞാനിപ്പോൾ നേരത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് പെറുക്കി എടുക്കുന്നതായിരുന്നേ. ഇപ്പോൾ എനിക്ക് അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ട് ഈ ഓട്ടപ്പാച്ചിലല്ലേ, അവൻ ഉറങ്ങുന്ന നേരം കൊണ്ട് എന്തെങ്കിലും ചെയ്യുക, അതാണ് ലക്ഷ്യം. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും, എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്താണോ ആ കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നും എത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തൂത്ത് തുടച്ച് പെറുക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെസക്കൂട്ടിൻ്റെ വെള്ളവും പാലൊക്കെ കൊടുക്കുന്ന ഒരു ബോട്ടിലുണ്ടായിരുന്നു. അതും കൂടെ അങ്ങ് തിളപ്പിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ടടുപ്പിനകത്താണ് കേട്ടോ തിളപ്പിച്ചെടുത്തത്. അങ്ങനെ ഞാനത് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. ഇനി അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൊടുക്കണേ അതിനകത്ത് കൊടുക്കാമല്ലോ. ഗ്ലാസ്സിലും കുടിക്കും, എന്നാലും ഞാൻ ഇതിനകത്തും കൊടുക്കും. ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ മേത്തൂടെ ഒന്ന് ആവാണ്ട് കുടിച്ചോളും. ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ മേത്തുകൂടെ എല്ലാം തുപ്പി ഇങ്ങോട്ട് ഉടുപ്പൊക്കെ നനച്ചങ്ങ് കളയും. അപ്പോൾ പിന്നെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞേ. പാത്രം കഴുകും പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എസക്കൂട്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എഴുന്നേക്കും എന്നുള്ള ബോധത്തിലാണ് ഞാൻ വേഗം കഴുകുന്നത്. ഇത് ചെയ്യാനുള്ള സമയം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി ഇട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം വേഗം തന്നെ കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ച് അവിടെ സിങ്കും അവിടുത്തെ ആ സംഭവങ്ങളും എല്ലാം കൂടെ തേച്ചരച്ച് കുറച്ച് സോപ്പ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കഴുകൂട്ടെ. നമ്മളിത് ടേബിളിലൊക്കെ ബേക്കറിയിലൊക്കെ പോയി ടേബിൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കില്ലേ, നല്ല സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര തുടച്ചാലും വെള്ളം അങ്ങനെ പോകില്ല. പക്ഷേ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ വടിച്ചും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉണങ്ങി അങ്ങോട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ കഴുകി പെറുക്കി സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ ഇവിടെ കിടക്കുന്ന അവസ്ഥ കണ്ടോ. അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചില സമയം ഞാൻ ഇവനെ കളിപ്പാട്ടമൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഇപ്പം ആ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, കളിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ അടുക്കളയിലെ സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടെ വരും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചെഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ആ ഷെൽഫിലുള്ള സാധനങ്ങളും അവിടെ ഇരിക്കുന്ന ബക്കറ്റിലുള്ള സാധനങ്ങളും എല്ലാം വലിച്ച് താഴോട്ടിടും. അതാണ് കുറേ സാധനങ്ങൾ അവിടെ കിടക്കുന്നത്. പിന്നെ ഞാൻ കപ്പ പൊളിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഞാൻ കൂട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം അവിടെ ഇരുന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് എനിക്കിങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മെയിൻ പേര്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നതെല്ലാം ഞാനെടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ കുറേ ചാക്ക് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഇടാൻ വേണ്ടി. അതിനകത്തൊക്കെ കറക്റ്റായിട്ട് കൊണ്ട് വെച്ചു. അപ്പോഴത്തേക്കും അവനൊന്ന് എഴുന്നേറ്റായിരുന്നു. പിന്നെ അവനെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് ചുക്കിലി അടിക്കാമെന്ന് വിചാരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ആദ്യ കുർബാന സമയത്ത് ചുക്കിലി അടിച്ചതാണ്, പിന്നെ അടിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോൾ ചുക്കിലി അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഈ ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ വേഗം ചുക്കിലി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ചുക്കിലി അടിക്കുമ്പോൾ ഇവനെ എഴുന്നേൽക്കാൻ പാടില്ല, കാരണം മൊത്തം പൊടി അവിടെ കിടക്കണം. അപ്പോൾ ഒന്ന് നിരത്ത് വെക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അത് കാരണം വേഗം അത് അടിച്ച് വാരിയാൽ മാത്രം അവൻ എഴുന്നേൽക്കാൻ പാടില്ല. അടിച്ച് വാരി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാനൊന്ന് അടിച്ച് വാരി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കിടന്നാണ് അടിക്കുന്നത്. കാരണം അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവുക സെറ്റിയുടെ അടിയിൽ. അപ്പോൾ എല്ലാ ദിവസവും കിട്ടും എനിക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങളെല്ലാം തട്ടി അങ്ങോട്ട് ഇട്ട്. ഇത് ഉണ്ണിയുടെയും കുഞ്ഞാവിയുടെ ആരുടെയുള്ള ഹെയർ ബാൻഡും കൂടെ കിട്ടി. അത് ഞാനെടുത്തങ്ങ് തലയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുക്കിലിയും അടിച്ച് വാരിയിട്ടതെല്ലാം കൂടെ അടിച്ച് വാരി പെറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവനങ്ങ് എഴുന്നേറ്റ് തുടയ്ക്കുന്ന കോലെടുത്ത് നനച്ച് കഴുകി വെച്ചപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ ഉറക്കം തീർന്നു ഏകദേശം.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പാല് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവൻ ഉറങ്ങത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ തുടയ്ക്കേണ്ട സംഭവം വേഗം തന്നെ തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ തുടയ്ക്കില്ല, എനിക്ക് മടിയായിട്ട് ഞാൻ അവിടെ എങ്ങാനും വെച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങ് തുടയ്ക്കാം, അവൻ അവിടെ ഇരുന്ന് ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ച് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, എനിക്ക് ശക്തിയിൽ തുടയ്ക്കാൻ പറ്റില്ല, കാരണം ഇവൻ ഒരു കയ്യിൽ ഇരിക്കുമല്ലേ, അതുകൊണ്ട് മെല്ലെ തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ച് പോയപ്പോഴത്തേക്കും അവിടെ ക്ലീനായി. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം തട്ടിക്കൂട്ട് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ.